എപ്പോഴും നല്ല വ്യക്തി ആയിരിക്കുക. അത് തെളിയിക്കാൻ വേണ്ടി നിങ്ങളുടെ സമയം പാഴാക്കരുത്. മനസ്സിലാക്കേണ്ടവർ നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും മേന്മയും വേഗം മനസ്സിലാക്കുന്നു. അല്ലാത്തവർക്ക് ഒരു ജന്മം മുഴുവൻ തികയില്ല. നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും. നിങ്ങൾ ഭയത്തെ മറികടക്കുക. ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. നല്ലതു മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക. എന്നാൽ മനസ്സ് നന്നാവും. മനസ്സ് നന്നായാൽ പ്രവൃത്തിയും, അങ്ങനെ വ്യക്തിയും നന്നാവും. വ്യക്തി നന്നായാൽ കുടുംബവും, കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും. വിശ്വസിച്ചവരെ പറ്റിച്ചു എന്നോർത്ത് സന്തോഷിക്കുമ്പോഴും അഭിമാനം കൊള്ളുമ്പോഴും ഒന്നോർക്കുക, അവിടെ തകർന്നത് സ്വയം വ്യക്തിത്വമാണ്. അവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനമാണ് നഷ്ടമായത്. ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ, തെറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ, ആരൊക്കെ നമ്മളെ മോശക്കാരാക്കിയാലും തളർത്താൻ ശ്രമിച്ചാലും കാലം ഒരിക്കലും നമ്മളെ തോറ്റുപോകാൻ അനുവദിക്കില്ല. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്തു സംസാരിച്ചാൽ എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെത്തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. കുറഞ്ഞു പോകുന്നത് സ്നേഹമല്ല, താൽപ്പര്യങ്ങളാണ്. സ്വീകരിച്ച ആഗ്രഹങ്ങൾക്ക് പിന്നീട് അത്ര ആവേശം കാണില്ല. അടുക്കുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ, അകലുന്നത് അതിൻ്റെ പൂർത്തീകരണത്തോടു കൂടിയാണ്. നിങ്ങൾ ജീവിതത്തിലെ ഒരു ദിവസത്തെയും വെറുക്കരുത്. നല്ല ദിവസങ്ങൾ സന്തോഷം തരുന്നു. മോശം ദിവസങ്ങൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു. രണ്ടിനെയും സമചിത്തതയോടെ കൈകാര്യം ചെയ്യണം. തളരാതെ. പ്രത്യാശകൾക്ക് മുന്നിൽ തകരാത്ത പ്രതിബന്ധങ്ങളില്ല. പ്രതിസന്ധികളും പരാജയങ്ങളും നമ്മുടെ ആത്മീയത തകർക്കുമ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉറച്ച പ്രത്യാശ നമ്മളിൽ ഉണ്ടാവണം. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമെ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും. കഴിഞ്ഞുപോയ ദിനങ്ങൾ എല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങളായിരുന്നു എന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ, അവിടെയാണ് നമ്മുടെ വിജയം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രചോദനാത്മകമായ കാര്യങ്ങൾ. നിങ്ങൾ തെറ്റുകൾ ഒന്നും വരുത്തുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നിനു വേണ്ടിയും ശ്രമിക്കുന്നില്ല എന്നാണ്. വിമർശനങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാതെ, ഒന്നും പറയാതെ, ഒന്നുമില്ലാതെ ഇരിക്കുക. നിങ്ങൾ മെല്ലെയാണ് പോകുന്നതെങ്കിലും ഒരിക്കലും പുറകോട്ട് നടക്കരുത്. നിങ്ങൾ ശ്രമിക്കാത്ത കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ ചെയ്യാൻ ഭയപ്പെടുന്ന നല്ല കാര്യങ്ങൾ എന്തായാലും അത് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതാണ്. അത് നേടാനുള്ള ആദ്യത്തെ ചുവട് മനസ്സിലുള്ള കാര്യങ്ങൾ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. കഴിയില്ല എന്ന് തോന്നുമ്പോഴും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവനാണ് വിജയമെന്ന് പറയുന്നത്. മരത്തിൻ്റെ ചില്ലയിൽ ഇരിക്കുന്ന പക്ഷി ഒരിക്കലും ആലോചിക്കുന്നില്ല ഇരിക്കുന്നത് ഉണങ്ങിയ ചില്ലയിലാണ് എന്ന്. പച്ചയുള്ള ചില്ലയിലാണ് എന്നോ കൊമ്പൊടിയുമോ എന്നോ പേടിയൊന്നും ആ പക്ഷിക്ക് ഉണ്ടാകില്ല. കാരണം അത് ആശ്രയിക്കുന്നത് താൻ ഇരിക്കുന്ന കൊമ്പിനെ അല്ല, സ്വന്തം ചിറകിനെയാണ്. നാളെ പുറകോട്ട് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുക മൗനമായി കേട്ടിരുന്ന കാര്യങ്ങളാകും. മെല്ലെ മെല്ലെ നടന്നുപോയ വഴികളാകും. എല്ലാ ശബ്ദ കോലാഹലങ്ങളും സമരങ്ങളും വിപ്ലവങ്ങളുമൊക്കെ ഇതേ മൗനത്തിൽ തന്നെയാണ്.
നമ്മുടെ ജീവിതം മറ്റാരുടേതോ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് പലരും. അതിൽ അർത്ഥമില്ല. പുഴയിലൂടെ താറാവ് നീങ്ങുന്നത് കണ്ടിട്ടില്ലേ? പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നും, ആഹാ എന്ത് ഭംഗിയാണ് അവയുടെ വരവ് കാണാൻ. എന്നാൽ വെള്ളത്തിനടിയിലൂടെ നോക്കിയാൽ കാണാം അവർ കിടന്നടിക്കുന്നത്. നമ്മൾ അതിൻ്റെ വെപ്രാളം കാണുന്നില്ല. നമുക്ക് ചുറ്റുമുള്ള 90% പേരുടെയും ജീവിതം ഏതാണ്ട് ഈ അവസ്ഥയിലാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ഹാപ്പി. പക്ഷേ എല്ലാവർക്കുമുണ്ട് അവരവരുടേതായ പ്രശ്നങ്ങൾ. നമ്മുടെ കൊച്ചു പൊട്ടക്കിണറ്റിൽ ജീവിച്ചുകൊണ്ട്, നമ്മുടെ അയൽക്കാരനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട്, നമ്മുടെ ഇടുങ്ങിയ മനസ്സും ഇടുങ്ങിയ ചിന്തകളുമായി ചുരുങ്ങിയ ഒരു സ്വപ്നത്തിലേക്ക് ജീവിച്ചുകൊണ്ട് നമ്മൾ മനുഷ്യനെ വെറുക്കാൻ പഠിക്കുന്നതിന് പകരം ലോകത്തിലേക്ക് ഇറങ്ങുക, ലോകത്തിൻ്റെ ഈ വിശാലത കാണുക, മുഹൂർത്തങ്ങളിൽ പങ്കാളികളാകുക. നമ്മളുടെ മനസ്സിൻ്റെ താളം മാറും, ചിന്തകളും മാറും. പോസിറ്റീവായ ചിന്തകൾ ഉണ്ടാകുന്ന നല്ല വ്യക്തികളായി മാറും. ആ കാര്യത്തിൽ സംശയമില്ല. പെട്ടെന്നൊരു ദിവസം ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പിന്നീടങ്ങോട്ട് അവർ പടർന്നു പന്തലിക്കും. പ്രണയത്തിൻ്റെയോ സൗഹൃദത്തിൻ്റെയോ വേരുകളാൽ ആഴത്തിൽ നമ്മളെ ബന്ധിക്കും. ആരും അല്ലാതിരുന്നവർ വേഗത്തിൽ നമ്മുടെ എല്ലാമായി മാറും. സ്നേഹത്തിൻ്റെ നല്ല വാക്കുകൾ തളിച്ച് അവരില്ലാത്ത ലോകം ശൂന്യമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും. പെട്ടെന്നൊരു ദിവസം പൂർണ്ണമായി നമ്മെ തനിച്ചാക്കി സന്തോഷങ്ങളെയൊക്കെ കീറിമുറിച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇല്ലാതെ അവർ നമ്മിൽ നിന്നും മറഞ്ഞു പോകും. കാരണം പിറകെ നടന്ന് സമയം കളയരുത്. മടുക്കുമ്പോൾ മടങ്ങുന്ന ചിലരുടെ ക്രൂരമായ തമാശയിൽ നമ്മളൊരു കഥാപാത്രമായി എന്ന് മാത്രം മനസ്സിലാക്കുക. തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും, നീണ്ടു നിൽക്കില്ല എന്നറിഞ്ഞിട്ടും, പറ്റിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടും പിന്നെയും സ്നേഹിക്കാൻ കഴിയുന്നതാണ് സ്നേഹമെന്ന വാക്കിനെ അത്ഭുതമാക്കുന്നത്. നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി സ്നേഹിക്കുന്നവർ എന്നും നമ്മുടെ കൂടെയുണ്ടാകും. അവർക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല, അവർക്ക് കൂടെ നിർത്താനേ കഴിയുകയുള്ളൂ. നമുക്കുള്ളത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, എല്ലാവർക്കുമുള്ളത് നമുക്കും ഉണ്ടാകണമെന്നില്ല. അതിനാൽ ഒരാളുടെ ഇല്ലായ്മയെ പരിഹസിക്കാൻ നാം ആരും തന്നെയല്ല. ബന്ധങ്ങളൊരു നേരം പോക്കായി മാത്രം കാണുന്ന മനുഷ്യർക്കിടയിൽ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുകയും സ്നേഹത്തോടെ കൂട്ടിയിണക്കുകയും ചെയ്യുന്ന മനുഷ്യരുമുണ്ട് എന്നത് മാത്രമാണ് സ്നേഹത്തിൽ വിശ്വസിച്ചു ജീവിക്കാൻ ഇന്നും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഒരു പൂവിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് അത് പുഷ്പിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ആസ്വദിക്കാറില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. പണവും ആരോഗ്യവും സൗന്ദര്യവും ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മൾ ഒന്ന് വീണുപോയാൽ നമുക്ക് മാത്രം, നമ്മൾ മാത്രം. മനോഹരമായ ഒരു ഹൃദയം 1000 മനോഹരമായ മുഖങ്ങളേക്കാൾ മികച്ചതാണ്. അതിനാൽ മനോഹരമായ മുഖങ്ങളേക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.